റേഡിയോ നാടകങ്ങൾ മലയാള നാടകവേദിക്കും മലയാളം ഭാഷയ്ക്കും നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കേൾവിയുടെ ആ നാടകകാലം ഈ ഓണക്കാലത്ത് അവതരിപ്പിക്കുകയാണ് റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവത്തിലൂടെ. റേഡിയോ നാടകോത്സവം രണ്ടാം ഭാഗം. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവം രണ്ടാം ഭാഗത്തിൽ മോഡറേറ്റർ നടനും സംവിധായകനുമായ ജോസ് പി റാഫേൽ സംസാരിക്കുന്നു. നമസ്കാരം. റേഡിയോ മലയാളം നാടകോത്സവത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പല കാഴ്ചകളും മറയ്ക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ കേൾവിയുടെ പുതുപുത്തൻ വാതായനങ്ങൾ തുറക്കുകയാണ് ശ്രോതാക്കൾക്ക് വേണ്ടി റേഡിയോ മലയാളം. നാടിൻ്റെ അകമാണ് നാടകമെന്ന ചിന്ത മുറുകെ പിടിച്ചുകൊണ്ട് കാഴ്ചക്കാരിലേക്ക് നേരിട്ട് പോകാൻ പറ്റാത്ത ഈ മഹാമാരിക്കാലത്ത് കേൾവിയിലൂടെ തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കുകയാണ് ഈ നാടകോത്സവത്തിലൂടെ കേരളത്തിലുള്ള 10ഓളം നാടക സംഘങ്ങൾ. അതിന് വേദിയൊരുക്കിയിട്ടുള്ളത് കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് മലയാള മിഷൻ്റെ റേഡിയോ മലയാളമാണ്. 5 നാടകങ്ങളുടെ ആദ്യ ഘട്ടത്തിന് ശേഷം അടുത്ത 5 നാടകങ്ങളുടെ രണ്ടാം ഘട്ടം ഇവിടെ ആരംഭിക്കുകയാണ്. കുമുറു നാടക സംഘം കാസർഗോഡ് ഒരുക്കുന്നു ഭയം. ഋഷി ക്രിയേഷൻസ് കൊല്ലം കൊയിലാണ്ടി ഒരുക്കുന്നു ആദി. പ്രഗതി കാസർഗോഡ് ഒരുക്കുന്നു ഒരു നാൾ പ്രകൃതി. സഹൃദയ പയ്യന്നൂർ ഒരുക്കുന്നു കമ്മിങ് ദി വാക്സിൻ. നാടക സംഘം പരിയാരം ഒരുക്കുന്നു വിതച്ചവനും കൊയ്തവനുമിടയിൽ. എല്ലാ ശ്രോതാക്കൾക്കും ഈ ഓണക്കാലത്ത് നല്ലൊരു കേൾവി സമ്മാനിക്കാൻ ഈ നാടകോത്സവത്തോടെ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഏവർക്കും ഈ നാടകോത്സവത്തിലേക്ക് സുസ്വാഗതം. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവത്തിൽ ആദ്യം കുമുറു നാടക സംഘം കാസർഗോഡ് ഒരുക്കുന്ന ഭയം എന്ന നാടകം കേൾക്കാം. കുമുറു നാടക സംഘം കാസർഗോഡ് അവതരിപ്പിക്കുന്ന നാടകം ഭയം. രചന വി ഹരീഷ്. ശബ്ദം നൽകിയത് പ്രിയ ഹരീഷ്. ഞാനൊരു രാജ്യത്തെ അധികാരിയാണ്. എനിക്കെൻ്റെ അധികാരം നിലനിർത്തേണ്ടതുണ്ട്. ഞാനെന്തോ മണക്കുന്നു. എനിക്കു നേരെ ആരൊക്കെയോ തിരിയുന്നത് പോലെ. ഇവന്റെ ചെവിയിൽ ഒരു ചെണ്ട്, കോഴിപ്പേൻ നിറഞ്ഞ ദേഹമാസകലം ഇവൻ കാൽനകത്താൽ ചൊറിഞ്ഞു. വ്രണം പൊട്ടി ചോര ഒഴുകി. ഞാനത് കഴുകു വൃത്തിയായി. ഞാൻ അവനെ കിടക്കയിൽ നിന്ന് ഇപ്പോഴെടുത്തതേയുള്ളൂ. ഇവനെ കൂടി വിടാമായിരുന്നു. ഓരോ വീട്ടിലും കയറിയിറങ്ങി ഇവൻ ആർക്കു നേരെ നോക്കി കുരയ്ക്കുന്നുവോ അവർ രാജ്യദ്രോഹികളായിരിക്കും. ഇവനെ ചേരി പ്രദേശങ്ങളിലൂടെയാണോ അയക്കുന്നത്? അതെന്താ, രാജ്യദ്രോഹികൾ എവിടെയും കാണും. അതിന് പട്ടണമെന്നോ ഗ്രാമപ്രദേശമെന്നോ കണക്കില്ല. രാജ്യദ്രോഹികളെ വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്നാണ് പുതിയ ആവശ്യം. ന്യായീകരണം. ഒരു ജീവിയുടെയും ജീവനെടുക്കാൻ ആർക്കും അവകാശമില്ലത്രേ. അവിടങ്ങളിൽ നിന്നുള്ള അഴുക്കും ജീർണവും പറ്റിയാൽ ഇവന് വീണ്ടും ജ്വരം പിടിക്കും. നീ എന്താ ഇത്രയും കമ്മിറ്റഡ് ആവുന്നത്? ഇതൊരു പട്ടിക്കുട്ടിയാണ്. എനിക്ക് അവനെ ശത്രുക്കളുടെ ഇടയിലേക്ക് വിടാൻ വയ്യ. നമ്മൾക്ക് കുട്ടികളുണ്ടാകും. അവൻ ഇതിനേക്കാൾ നല്ല രീതിയിൽ ഈ രാജ്യം ഭരിക്കും. എനിക്കിവൻ മകനാണ്. നിങ്ങൾക്ക് വേട്ടനായയായിരിക്കാം. ഇവനെ തുറന്നു വിടുന്നത് എനിക്കിഷ്ടമല്ല. അല്ലെങ്കിലും രാജ്യത്തെക്കാൾ വലുതായിട്ട് നിങ്ങൾക്കൊന്നുമില്ലല്ലോ. നീ ഉദ്ദേശിച്ചത് പ്രണയമാണോ? ഭരിക്കുക എന്നത് വലിയ പാടാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊക്കില്ല. പഴയ ആശയങ്ങളായിരിക്കാം നമ്മുടേത്. അതായിരിക്കാം എന്നെ സംശയരോഗം ഗ്രസിച്ചിരിക്കുന്നത്. ഇതാണോ പ്രണയവാക്കുകൾ? നല്ലതൊന്നുമില്ലേ? കയ്യിൽ എപ്പോഴും സംശയവും ഭീകരതയും ഭയവും. ഇതിനൊരവസാനമില്ലേ? പ്രിയേ, എനിക്കൊരു അവസരം കൂടി തരൂ. നമുക്കൊരുമിച്ച് നൃത്തം ചെയ്യാം. വരൂ. മതം, ദേശീയത, ജാതി, നിയമങ്ങൾ, വിശ്വാസങ്ങൾ, സദാചാരം എല്ലാം. എങ്ങും അസ്വസ്ഥതകൾ, സമരങ്ങൾ, വെള്ളപ്പൊക്കം,
യുദ്ധങ്ങൾ, ഉരുൾപൊട്ടൽ, അഭിമാനക്ഷതങ്ങൾ, വിജയങ്ങൾ, ആഘോഷങ്ങൾ. എനിക്കെന്റെ അധികാരം നഷ്ടപ്പെടും. അധികാരം, പണം, പദവി. ഞാനൊരു പട്ടാള മേധാവി കൂടിയാണ്. ഞാൻ പോകുന്നു. അയാൾക്ക് ഇവനോട് വിരോധം തോന്നാൻ എന്താണ്? ഇവൻ എൻ്റെ മകനാണ്. അയാൾക്ക് ഇത് പ്രതിരോധിക്കാനുള്ള ആയുധമാകാം. ഇവൻ കുരയ്ക്കാറില്ല. അഥവാ യജമാന സ്നേഹം നിമിത്തം ചിലപ്പോൾ കുരച്ചേക്കാം. അവരെയെല്ലാം അധികാരക്കട്ടിൽ കിടത്തി രാജ്യസ്നേഹിയാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ വിട്ടയക്കൂ. നിന്നെ എനിക്ക് വേണം, ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാതാകും. ചുറ്റും ഒളിക്യാമറകൾ. ഒരു സ്വകാര്യത പോലും ലഭിക്കുന്നില്ല. ദൈവത്തെ പോലെ അയാളെല്ലാം കാണുന്നു, മനസ്സിലാക്കുന്നു. നീ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചുറ്റും കുഴിബോംബുകൾ ഇട്ടിരിക്കുന്നു. പട്ടാളക്കാർക്കൊപ്പം മാത്രമേ നീ സഞ്ചരിക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ ഒരു ബുള്ളറ്റ് പ്രൂഫ് കൂടി ധരിച്ചോളൂ. പ്രതിഷേധക്കാർക്ക് നിന്നെയും നോട്ടമുണ്ട്. നിന്റെ മരണത്തിൽ ദുഃഖിക്കുന്നത് ശത്രുവിനെ മണത്തറിയാനാവാത്ത യജമാനൻ മാത്രമായിരിക്കില്ല, മതം നഷ്ടപ്പെട്ട അമ്മയുടേത് കൂടിയാകും. സമാധാനമായി. നമ്മൾ സുരക്ഷിതരാണ്. അയാൾ വരുവോളം ഞാൻ ഈ രാജ്യത്തിന്റെ അധികാരിയാണ്. ഒരുപക്ഷെ നമ്മൾ സമരചരിത്രങ്ങളെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കേണ്ടി വരും. വോട്ടവകാശത്തെക്കുറിച്ചും ദേശീയതയെപ്പറ്റിയും മതമൂല്യങ്ങളെപ്പറ്റിയും എല്ലാ മനുഷ്യരെയും എതിർക്കേണ്ടിയിരിക്കുന്നു. അവർ ഒന്നിച്ചു കൂടുന്ന ഇടങ്ങൾ ഇല്ലാണ്ടാകണം. വധശിക്ഷ ഒഴിവാക്കുന്നതോ നിലനിർത്തുന്നതോ നമ്മുടെ പ്രശ്നമല്ല. അധികാരം മാത്രമാണ് പ്രശ്നം. അധികാരം. നമ്മുടെ പൗരന്മാരെയെല്ലാം ഈ കട്ടിലിൽ നമ്മൾ അളന്നു നോക്കും. തല കൂടുതലാണെങ്കിൽ തല അരിഞ്ഞു കളയും. കാലാണ് കൂടുതലെങ്കിൽ കാലും അരിഞ്ഞു കളയും. ഇനി അഥവാ കട്ടിലിനേക്കാൾ നിങ്ങൾ ചെറുതാണെങ്കിൽ നിങ്ങളെ അടിച്ചു പരത്തി കട്ടിലിനു സമമാക്കി മാറ്റും. ഇതാണ് ഈ രാജ്യത്തെ നിയമം. ഇവൻ രാജ്യദ്രോഹിയാണ്. കണ്ടില്ലേ, തലയും കാലും രാജ്യശരാശരിയിൽ അധികമാണ്. വിഘടനവാദികൾ, തീവ്രവാദികൾ, വിമതർ തുടങ്ങിയവരിൽ ഏതെങ്കിലും ഒരുത്തനായിരിക്കണം ഇവൻ. എൻ്റെ രാജ്യത്ത് ഒരു ശരാശരി ആളുകളുണ്ട്. അവർക്കൊപ്പം വേണം ഇവനെ നിർത്താൻ. തല അധികം വളർന്നു. ഇവനൊരു ബുദ്ധിരാക്ഷസൻ. വേഗത്തിൽ നടക്കുന്ന കാലുകൾ, രാജ്യത്തെക്കാൾ വേഗത്തിൽ നടക്കുന്ന കാലുകൾ. ഇങ്ങനെയും ആൾക്കാർ ഈ രാജ്യത്തുണ്ടോ? എൻ്റെ പട്ടി കൂടി കുരച്ചാൽ നിന്നെ ഞാൻ തൂക്കിലേറ്റും. കുരയ്ക്ക്, അവനെ നോക്കി കുരയ്ക്ക്. അടിമേ കുരയ്ക്ക്. ഇവൻ ന്യൂനപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നവനായിരിക്കും. അല്ലെങ്കിൽ യഥാസമയം വളം കിട്ടാതെ ചീഞ്ഞുപോയ ഏതെങ്കിലും ഒരു വൻമരമാകാൻ പോകുന്ന ബുദ്ധിരാക്ഷസനായിരിക്കും. അല്ലെങ്കിൽ ദളിത് ആക്ടിവിസ്റ്റ് ആയിരിക്കും. നോക്കട്ടെ. തല വളർന്നവൻ ഈ നാടിനാപത്താണ്. ഇത് ചികിത്സിക്കാൻ ഇവിടെ നല്ലൊരു ഹോസ്പിറ്റലും ഇല്ല. ചേടാ, ഇവൻ ഇതുവരെ രാജ്യത്തിനൊപ്പം വളർന്നില്ലല്ലോ. എൻ്റെ രാജ്യത്തെക്കുറിച്ച് നിനക്കറിയില്ലേ? ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന നാട്. ഞാനൊന്ന് വായ തുറക്കാൻ കാത്തു നിൽക്കുന്നു ലോകരാഷ്ട്രങ്ങൾ. ഡാർവിനിസം ബാധിച്ച നീ മനുഷ്യകുലത്തിന് തന്നെ നാണക്കേട്.
എങ്ങനെ ഞാൻ പറയും നീ നമ്മുടെ രാജ്യത്തെ പൗരനാണെന്ന്? അയ്യോ, എൻ്റെ കണക്കിൽ നീയില്ല. ചുറ്റിക കൊണ്ട് അടിച്ചു പരത്തണം. നായേ കുറയ്ക്കാൻ. ഇവനെ നോക്കിയാണ് നായ കുരച്ചത്. നിങ്ങൾ കണ്ടതല്ലേ? എൻ്റെ നായ ഇവനെ നോക്കി കുരയ്ക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഇവരെ എല്ലാവരെയും തൂക്കിലേറ്റിയേ മതിയാവൂ. പട്ടിണി പാവങ്ങളുടെ പ്രതിനിധിയായിരിക്കും ചിലപ്പോൾ ഇവൻ. നിരക്ഷരരുടെ പ്രതിനിധി, അടിച്ചമർത്തപ്പെട്ടവൻ്റെ പ്രതിനിധി. ഇവനെ തൂക്കിലേറ്റണം. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? നിങ്ങൾ വല്ലാണ്ട് പേടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ജനങ്ങളെ ഭയമാണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ അടുത്തട്ടിലെ ആരവങ്ങൾ കേട്ടിട്ടില്ല. നീ എന്റെ അടുത്ത് വരൂ. ആ ആദരങ്ങളിൽ ഞാൻ ചുംബിക്കട്ടെ. തേനൂറുന്ന നിന്റെ മധുരമൊഴി ഞാൻ കേൾക്കട്ടെ. അതെനിക്ക് എന്തൊരാശ്വാസമായിരിക്കും. നിങ്ങളൊരു സമുദായത്തെ മുഴുവൻ തീവ്രവാദികളായി മുദ്രകുത്തുന്നു. ഞാൻ ഭൂരിപക്ഷത്തിന്റെ വികാരത്തെയാണ് ഞാൻ മാനിച്ചത്. മിസ്റ്റർ, ദൈവം എല്ലായിടത്തുമുണ്ട്. നിങ്ങളുടെ നായ്ക്കുട്ടി കുരച്ചു എന്ന കുറ്റത്തിന് ഒരാളെ കൊലക്കുറ്റത്തിന് വിധിക്കുന്നത് ശരിയാണോ? അവർ വിഘടനവാദികളായിരുന്നു. മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും പകയാണ്. പഴയ വിശ്വാസങ്ങളെയും ആശയങ്ങളെയും നിങ്ങളെ ഗണപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് വിശ്വാസമല്ല, അത് സത്യമാണ്. അവരെക്കാൾ എനിക്കിഷ്ടം എന്റെ വളർത്തു നായയാണ്. ആ നായയാണ് എന്റെ സംരക്ഷകനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ മുഖത്ത് നോക്കിയുള്ള കുര തന്നെയാണ് എനിക്ക് ശത്രുക്കളെ തിരിച്ചറിയാനുള്ള മാർഗം. നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. നിങ്ങളുടെ നായ നിങ്ങളെ നോക്കി കുരച്ചാൽ നിങ്ങൾ കുറ്റവാളിയാകുമോ? നിങ്ങളുടെ നായ കുരയ്ക്കുന്നത് ഒരു വർഗത്തിന്റെ നേർക്ക് മാത്രമാണ്. പിന്നെ അടിച്ചമർത്തപ്പെട്ടവനെ തീരുമാനിക്കേണ്ടത് ജാതികളല്ലാണ്ടാവണം. യഥാർത്ഥ അടിസ്ഥാന വർഗത്തെ കണ്ടെത്തണം. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതെ നോക്കണം. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അധികാരത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? എനിക്കും വേണം അധികാരം. നിങ്ങളെ നോക്കി എന്റെ മകൻ കുരയ്ക്കും. ഞാനൊരു രാജ്യത്തെ രാജാവായിരുന്നു. അധികം ഒച്ചയിറക്കമില്ലാത്ത രാജ്യത്തേക്ക് എനിക്ക് പോവേണ്ടതുണ്ട്. അല്ലെങ്കിലും സുഖം എന്നത് നൈമിഷികമാണ്. ഒരാൾക്കും മറ്റൊരാളുടെ ജീവനെടുക്കാൻ അധികാരമില്ല. കുറ്റങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവത്തിൽ ഋഷി ക്രിയേഷൻസ് കൊല്ലം കൊയിലാണ്ടി ഒരുക്കുന്ന ആധി എന്ന നാടകം കേൾക്കാം. ശബ്ദസാന്നിധ്യം: വന്ദന അരവിന്ദ്, രവീന്ദ്രൻ മുജുകുന്ന്, അശോക് അക്ഷയ, ലനീഷ് മുജുകുന്ന്, ഹരിനാരായണൻ, ഉമേഷ് കൊല്ലം. സാങ്കേതിക സഹായം ഹരീഷ് കൊരയങ്ങാട്. രചന സംവിധാനം ഉമേഷ് കൊല്ലം. മോനെ മോനെ, നീ എവിടെയാ കിടക്കുന്നത്? അപ്പൂപ്പൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ വരുത്തിയതല്ലേ നീ? അതെ കുഞ്ഞുമോനെ, ഒരു ഭക്ഷണവും കഴിക്കാതെ ക്ലാസ്സിൽ പോകാതെ ഇങ്ങനെയൊക്കെ ആയാലോ? അപ്പൂപ്പ, 10th വരെ ബോർഡിങ്ങിൽ പഠിച്ച ഞാൻ +1 നാട്ടിലെ സ്കൂളിൽ പഠിക്കാമെന്ന് വാശി പിടിച്ചത് അച്ഛനെയും അമ്മയെയും അപ്പൂപ്പനെയും ദിവസവും കാണാമെന്ന് കരുതിയ. അത് നന്നായി. അതൊന്നുമല്ല അപ്പൂപ്പ പ്രശ്നം. ക്ലാസ്സിൽ അധിക കുട്ടികളുടെയും കയ്യിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാ. എനിക്ക് വാങ്ങി തന്നില്ല.
അതിരിക്കട്ടെ, അപ്പൂപ്പൻ എന്തിനാ ഈ ഇരുട്ടിൽ കോണിപ്പടി കയറി ഇങ്ങോട്ട് വന്നത്? ഇപ്പോഴല്ലേ അപ്പൂപ്പൻ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അവരെ വാതിലടച്ചതിന് ശേഷാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. എനിക്കിഷ്ട അപ്പൂപ്പനെ. അപ്പൂപ്പനെ എല്ലാവർക്കും ഇഷ്ടാ. ഞാൻ വലുതായില്ലേ അപ്പൂപ്പ? പിന്നെ +1 പഠിക്കുന്ന എനിക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവില്ലേ? ഉണ്ടല്ലോ. നീ പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് അവരെ അമ്പരപ്പിക്കണം. അവരെന്താ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മൊബൈൽ വാങ്ങിത്തരാഞ്ഞത്? അപ്പൂപ്പൻ എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്ന കേട്ടാൽ തോന്നും അവർക്ക് അറിയുന്നതൊന്നും അപ്പൂപ്പൻ അറിയില്ലാന്ന്. കാലദോഷം അല്ലാതെ എന്തു പറയാൻ. അറിയാം, എന്നാലും ന്യൂ ജനറേഷനായ മോന് ഒന്നും സഹിക്കാനുള്ള ത്രാണിയില്ല. രക്ഷിതാക്കളെ അനുസരിക്കാൻ തയ്യാറുമല്ല. മോനെ, താഴത്തെ നിലയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പോട്ടെ. സുഖമായി ഉറങ്ങിക്കോളൂ. ഈ എന്റെ കൈയൊന്നും പിടിക്കണ്ട. വിട്ടോ. നീ കിടന്നോ? ഗുഡ് നൈറ്റ് അപ്പൂപ്പ. ഗുഡ് നൈറ്റ്. ആദിമോനെ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ അപ്പൂപ്പ സർപ്രൈസ്? അതോ, സഹപാഠികൾക്കിടയിൽ മോൻ തോറ്റുപോകാതിരിക്കാൻ, അല്ലെങ്കിൽ മികവുറ്റതാകാൻ മോൻ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം പൂപ്പൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ സർപ്രൈസ്. പിടിക്കേ. ഹായ് അപ്പൂപ്പ, താങ്ക്സ് എ ലോട്ട്. ഇത് അടിപൊളി സെറ്റ് അപ്പൂപ്പ. ആദിമോന്റെ സന്തോഷവും ഉത്സാഹവുമാ ഈ അപ്പൂപ്പന് കാണേണ്ടത്. അതിൽ പരം ഒരാനന്ദമില്ല ഈ വൃദ്ധ മനസ്സിന്. അപ്പൂപ്പന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഒന്നുമില്ല, സന്തോഷം കൊണ്ടാ. എനിക്കറിയാം അപ്പൂപ്പൻ എന്റെ മനസ്സ് കാണാനാവുമെന്ന്. ഇനി മോൻ നല്ലപോലെ ഭക്ഷണം കഴിച്ച് എല്ലാവരെയും അനുസരിച്ച് പഠിച്ച് വലിയ ആളാകുമെന്ന് ഈ അപ്പൂപ്പന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യണം. അപ്പൂപ്പന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ഉറപ്പ്, ഞാൻ വാക്ക് തരുന്നു. നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി, മൊബൈൽ ഫോൺ ദുരുപയോഗം ചെയ്യരുത്. അറിയാതെ പോലും അത് സംഭവിക്കരുത്. എന്നാ മോൻ കുളിച്ചു വാ. എന്നാ ഞാൻ പെട്ടെന്ന് വരാം അപ്പൂപ്പ. സജിയേട്ടാ, ഇന്ന് ആദിമോനെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പോലെ കഴിച്ചു. എന്തായാലും അവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. ആ മഹിളാ സംഘം പ്രസിഡന്റ് സുസ്മിത മോഹൻ ആദിയുടെ കാര്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞതെന്ന് അറിയോ? അവനൊരു കൗൺസിലിംഗ് കൊടുക്കണമെന്ന്. അതവര് അല്ലെങ്കിലും അവർക്കൊരു കുശുമ്പ് കൂടുതലാ ബാക്കിയുള്ളവരെ കൊച്ചാക്കാൻ. മോനെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു മാറ്റം? അമ്മേ, ചോറെടുത്ത് വെച്ചോ? ആ മോനെ, ചോറും സാമ്പാറും ഉപ്പേരിയും അച്ചാറും പപ്പടവും മോന് ഇഷ്ടമുള്ള കൂന്തൽക്കറിയും ഒക്കെ ആ ബാഗിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മേ, സാമ്പാറാണെങ്കിൽ കുറച്ചധികം വേണം. അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ ശ്യാമിന് വലിയ ഇഷ്ടാ. അമ്മേ, ബാഗ് എവിടെ? ഇതാ മോനെ. അച്ഛാ, അമ്മേ, ബൈ. ഹലോ. ആ ബോസ്, ഇത് ഒരു വിസ്മയ ലോകമാണ് എന്ന് തിരിച്ചറിവുണ്ടായതിന് നന്ദി. ഞങ്ങളുടെ ഈ സാഹസിക ഗെയിമിൽ മിസ്റ്റർ ആദി സജീന്ദ്രൻ കുറച്ചു സമയം കൊണ്ട് തന്നെ നിങ്ങൾ ഉയരാൻ സാധ്യതയുള്ള വ്യക്തിത്വമാണ് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഒരു സംശയവും വേണ്ട. 50 ടാസ്കുകളിൽ അഥവാ ചാലഞ്ചുകളിൽ 15 ഐറ്റത്തിൽ നിങ്ങൾ ഉന്നത വിജയം കൈവരിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു ബോസ്. വെരി ഗുഡ്. അടുത്ത ടാസ്ക് നിങ്ങൾക്ക് ലഭിക്കുക ഇന്ന് രാത്രി കൃത്യം 12:30. ഉറക്കം അല്പം മാറ്റിവെക്കേണ്ടി വരും. ഇത്ര സുഖം, അംഗീകാരം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ബോസ്. ഞാൻ പ്രത്യേക അനുഭൂതിയിലാണ്. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. വെൽ ഡൺ മൈ ബോയ്. ശ്യാം, നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? സജിയേട്ടാ, ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. എന്താ കാര്യം? ആരെങ്കിലും ഒരാള് പറ. ആദി അവന്റെ റൂമിന്റെ വാതിൽ തുറക്കണില്ല. ചോദിക്കുന്നതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്.
ശ്യാം ചിലപ്പോ വിളിച്ചാൽ മോനൊന്ന് മുകളിൽ ചെന്ന് നോക്ക്. ഞാൻ നോക്കട്ടെ, നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട. ആദി, ഞാനാണ് ശ്യാം, വാതിൽ തുറക്കടാ. ശ്യാം, ഇതെന്റെ 48ാമത്തെ ടാസ്കാ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരു ആപ്പിനെ കുറിച്ച്? എടാ, മൊബൈൽ ഗെയിമുകളൊക്കെ മനസ്സിനെ വികൃതമാക്കാനുള്ള വഴികളാണ്. നീ ഇതിൽ നിന്ന് പിന്മാറണം. പിന്മാറിയാൽ ഞാൻ ഭീരുവാകും. ഈ ഗെയിമിൽ ഭീരുക്കൾക്ക് സ്ഥാനമില്ല. എടാ ഫൂൾ, നീ ഈ ഗെയിമിന്റെ പിന്നാലെ പോയാൽ നിന്റെ ജീവിതം വഴിയാധാരമാകും. ചിലപ്പോ നിന്റെ ജീവൻ തന്നെ ഇല്ലാതാകും. നിന്നിൽ പ്രതീക്ഷ അർപ്പിച്ച നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥിതി എന്താകും? വാത്സല്യം കൊണ്ട് കൊച്ചുമോന് മുന്തിയ മൊബൈൽ വാങ്ങി തന്ന അപ്പൂപ്പനെ കുറിച്ച് ആലോചിച്ച നീ? എനിക്കിതിനൊന്നും കൂട്ടി നിൽക്കാനാവില്ല. ആദി എന്ന് പേരുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എനിക്കിങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നില്ല. ഗുഡ് ബൈ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. എഴുന്നേൽക്കണ്ട, അവിടെ ഇരിക്കൂ. ഞാൻ സൈബർ സെൽ ഇൻസ്പെക്ടർ ശരത് ഗോപി. നിങ്ങൾ ആദിയുടെ അച്ഛൻ, ഇത് ഭാര്യ. എന്താ സാർ പ്രശ്നം? പറയാം. ആദി സജീന്ദ്രൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ആദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? ശ്യാംലാൽ. എത്ര കാലമായി സൗഹൃദം? വളരെ ചെറുപ്പം തൊട്ടുള്ള ബന്ധമാ. എന്റെ അയൽവാസിയാണ്. ഇപ്പോൾ ക്ലാസ്മേറ്റാ. ഏത് തരം മൊബൈലാണ് അയാൾ ഉപയോഗിക്കുന്നത്? സാധാ നോക്കിയ. ഏറ്റവും അടുത്ത സുഹൃത്തിനേക്കാൾ വലിയ സാധ്യതകളുള്ള ഫോൺ വേണമെന്ന് എന്താ തോന്നിയത്? ക്ലാസ്സിൽ മറ്റുള്ളവരൊക്കെ ആൻഡ്രോയിഡ് മൊബൈലിൽ കളിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഒരു കുറച്ചിലായി തോന്നിയല്ലേ? മിസ്റ്റർ സജീന്ദ്രൻ, നിങ്ങൾ ആദിയുടെ മുഖം ശ്രദ്ധിച്ചില്ലേ? ഒരുതരം സ്ഥായിയായ വിഷാദഭാവം. ഞാനും ഭാര്യയും ആകെ പരിഭ്രാന്തിയിലാണ് സർ. കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എത്ര ചോദിച്ചിട്ടും കൃത്യമായി മറുപടി ഒന്നും അവൻ പറയുന്നില്ല. അവന്റെ പെരുമാറ്റത്തിലും എന്തൊക്കെയോ ഒരു അന്തരം വന്നിട്ടുണ്ട്. അവനൊന്നും പറയാൻ കഴിയില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ വിദേശ റാക്കറ്റുകളാണ്. അവരുടെ ലക്ഷ്യം വിദ്യാർത്ഥികളാണ്. ആദിക്ക് ഈ ആപ്പിന്റെ ലിങ്ക് കൊടുത്തത് റിയാസ് ഭദ്രൻ എന്ന പഴയ സുഹൃത്താണ്. അയാളിപ്പോൾ ബാംഗ്ലൂർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കേരളത്തിൽ ഇവർ ആദ്യം ക്യാൻവാസ് ചെയ്തത് 15 കുട്ടികളെ ആയിരുന്നു. അതിൽ 13 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ബാക്കിയുള്ള 2 പേർ മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലുമാണ്. ഈശ്വര സർ, ഞങ്ങളുടെ മകൻ എന്തെങ്കിലും. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ഈ ടാസ്കുകളിൽ പുതുതായി അംഗങ്ങളായ 4 കുട്ടികളിൽ ഒരിരയാണ് നിങ്ങളുടെ മകൻ. സർ, നിങ്ങളുടെ മകനെ വിദഗ്ധരായ സൈക്യാട്രി വിങ്ങിന്റെ മുമ്പാകെ എത്തിക്കും. ഒന്നുകൊണ്ടും വ്യാകുലപ്പെടേണ്ട, ധൈര്യമായിരുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലവനായ സുന്ദരനായ ആദിയെ ഞങ്ങൾ തിരിച്ചു തരും. തീർച്ച. ഞങ്ങളുടെ ലക്ഷ്യം സൈബർ ലോകത്തെ ചതിക്കുഴിയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുക എന്നതാണ്. ഇല്ല സർ, ഇല്ല. ഞങ്ങൾ അവൻ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങി കൊടുത്തിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് അവനത് ലഭിച്ചതെന്ന് അറിയില്ല. അവന്റെ കൈവശമുള്ള മൊബൈൽ വിലപിടിപ്പുള്ളതാണ്, ഒരുപാട് സാധ്യതകളുള്ളത്. മിസ്റ്റർ സജീന്ദ്രൻ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിൽ പറയാം. അപ്പൂപ്പനാണ് അവനെ നിരാശയിൽ നിന്ന് കരകയറ്റാൻ. സാർ, റിട്ടയർഡ് RDO പ്രഭാചന്ദ്രൻ സാറിന് ജീവിതത്തിൽ ആദ്യമായി സംഭവിച്ച ഒരു കറുത്തേടായിരിക്കും ഈ സംഭവം. ആദിയുടെ ഈ ദാരുണ സംഭവം ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ശ്യാംലാലാണ്. ഒരു ഉത്തമ സുഹൃത്തിന്റെ ദൗത്യമാണ് ആ കുട്ടി ചെയ്തത്. ശ്യാം, ഇങ്ങോട്ട് വരൂ. സാർ, അങ്കിൾ. ഈ ശ്യാമുണ്ടല്ലോ, നിങ്ങളുടെ രക്ഷകനാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് പടർന്നു പിടിച്ച ഈ മാരക രോഗാണുക്കളെ കണ്ടെത്താൻ ശ്യാമിന്റെ ഇൻഫോർമേഷനിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞു. നന്നായി ശ്യാം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ. താങ്ക് യു മിസ്റ്റർ ശ്യാംലാൽ, താങ്ക് യു. ഇന്ന് ഞാൻ പുലർകാല നടത്തം കഴിഞ്ഞ് കുളിച്ചു വരുമ്പോഴേക്കും നിങ്ങളെ ആരെയും ഇവിടെ കണ്ടില്ല. എവിടെയായിരുന്നു? ഞങ്ങൾ ഒരിടം വരെ പോയിരുന്നു. ഇത്ര വൈകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതാ മുൻകൂട്ടി പറയാതിരുന്നത്. ആദിമോൻ എവിടെ? അവൻ അച്ഛാ, അവൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലാ. എന്താ എന്റെ മോന് പറ്റിയത്? എന്താ പറ്റിയത്? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇനി അമ്മാവൻ അറിയണ്ട. പാതിരായ്ക്ക് അവന്റെ മുറിയിൽ ചെന്ന് പുന്നരിക്കും. അവൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് ധരിക്കും. എന്നിട്ട് ഇപ്പോ മോളെ ആശ, ഞാൻ എന്നാലും അമ്മാവൻ ഞങ്ങളോട് ഈ കടും കൈ ചെയ്യരുതായിരുന്നു.
ആശ മതി, അച്ഛൻ. എന്ത് മതിയെന്ന സജിയേട്ട നിങ്ങൾ ഈ പറയുന്നത്? നമ്മൾക്ക് ആകെയുള്ളൊരു മോന. അവൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? എന്താ പിന്നെ വാങ്ങിക്കൊടുക്കാതിരുന്നത്? സജിയേട്ടനോട് ഞാൻ പണ്ടേ പറഞ്ഞതാ അപ്പൂപ്പൻ കുട്ടിയോട് കാണിക്കുന്ന അമിത വാത്സല്യത്തിന്റെ പരിസമാപ്തിയെ കുറിച്ച്. ആശ, അതിര് കടക്കുന്നു. സൈബർ സെൽ ഇൻസ്പെക്ടർ പറഞ്ഞത് മറന്നുപോയോ? ക്ഷമിക്കണോ, അത്രയ്ക്ക് സങ്കടമുണ്ട്. അമ്മാവൻ അറിഞ്ഞോളൂ, നമ്മുടെ ആദിമോൻ അപ്പൂപ്പൻ വാങ്ങിക്കൊടുത്ത മൊബൈലിലൂടെ മാനസിക നില തെറ്റിയിരിക്കുന്നു. ആശ, എല്ലാം അച്ഛൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട. നമ്മുടെ തിരക്കിനിടയിൽ അവന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും അവബോധവും നൽകാൻ കഴിയാത്ത നമ്മളാണ് തെറ്റുകാർ. എല്ലാ കുറ്റവും ഞാൻ ഏൽക്കുന്നു. മാപ്പ് മാപ്പ്. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട്. തലയ്ക്കുള്ളിൽ താളത്തിന്റെ ഭീകര ശബ്ദം ഞാൻ കേൾക്കുന്നു. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിൽ ഞാൻ തല താഴ്ത്തി നിൽക്കുകയാണ്. ചുറ്റും എനിക്ക് നേരെ നീളുന്ന ചൂണ്ടുവിരലുകൾ. വയ്യ വയ്യ. എൻ്റെ ഹൃദയം പൊട്ടിത്തെറിക്കുന്നത് പോലെ. ഈ നാടകത്തിൽ പങ്കെടുത്തവരും കഥാപാത്രങ്ങളും: ആശ വന്ദന അരവിന്ദ്, ഇൻസ്പെക്ടർ ശരത് ഗോപി രവീന്ദ്രൻ മുജുകുന്ന്, സജീന്ദ്രൻ അശോക് അക്ഷയ, ശ്യാം ബോസ്, ലനീഷ് മുജുകുന്ന്, ആദി ഹരിനാരായണൻ, പ്രഭാചന്ദ്രൻ, ഉമേഷ് കൊല്ലം. സാങ്കേതിക സഹായം ഹരീഷ് കൊരയങ്ങാട്. നാടക അവതരണം കൃഷി ക്രിയേഷൻസ് കൊല്ലം കൊയിലാണ്ടി. നാടകരചന സംവിധാനം ഉമേഷ് കൊല്ലം. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവത്തിൽ പ്രകൃതി കാസർഗോഡ് ഒരുക്കുന്ന ഒരു നാൾ പ്രകൃതി എന്ന നാടകം കേൾക്കാം. സഹൃദയരെ, ഏവർക്കും പ്രഗതി കാസർഗോഡിന്റെ സ്നേഹം സ്വാഗതം. പ്രഗതി കാസർഗോഡ് അവതരിപ്പിക്കുന്നു ശബ്ദ നാടകം ഒരു നാൾ പ്രകൃതി. നാടക രചനാ സംവിധാനം അനിൽ നടക്കാവ്. ശബ്ദം നൽകിയവർ രമേശൻ കോളിക്കര, ഒ പി ചന്ദ്രൻ, അനിൽ നടക്കാവ്, ജയദീപ് NK, രഞ്ജിത്ത് പെലിക്കോട്, ലസിത ജയദീപ്. റെക്കോർഡിംഗ് AKV മീഡിയ കാലിക്കടവ്. നാടകം ആരംഭിക്കുന്നു. ഒരു നാൾ പ്രകൃതി. എടാ ഈനാശേ, അങ്ങനെ ഈ വർക്കിയുടെ 4ാമത്തെ പല്ല് സ്വർണമായടേ. മനസ്സിലായില്ലേ? 4 സ്വർണപ്പല്ലുകൾക്കുടമയായി ഈ ചേറ്റുപുറക്കൽ ഔദിയുടെ മകൻ വർക്കി. ഓ, എല്ലാം ആയല്ലോ. അപ്പാ, എടാ വർക്കിയേ, പൊന്നുമോനെ, സ്വർണപ്പല്ലോണ്ട് ചവച്ചിറക്കിയാലും പുറത്തു പോണത് കാട്ടം തന്നെയല്ലയോ? ഓ, അപ്പ തുടങ്ങി. അപ്പ ഒരു കാര്യം, അല്ല അപ്പനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം, എന്നാലും ചോദിക്കുക, അപ്പന്റെ തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? എന്നാ തീരുമാനമാടാവേ? ലക്ഷങ്ങൾ ചെലവിട്ട് ഞാൻ പണിത ഈ മണിമാളികയ്ക്ക് മുന്നില് ഒരു നോക്കുകുത്തി പോലെ നിൽക്കുന്ന ഈ പുരാവസ്തുവിൽ കിടന്ന ചാവത്തുള്ളൂ എന്ന പിടിവാശി. പുരാവസ്തു? ആ, എടാ വർക്കിയേ, പൊന്നുമോനെ, നിനക്കിത് പുരാവസ്തു, എന്നാ എനിക്കിത് പുരയാടാ, പുര. നീ നിന്റെ കൊട്ടാരത്തിൽ അങ്ങ് താമസിച്ചോ. ഇത് എന്റെ കൊട്ടാരം, ചേറ്റുപറമ്പിൽ ഔദയുടെ കൊട്ടാരം. അപ്പാ, ഒരു JCBയും പിടിച്ചു ഇത് അടിച്ചു നേരത്താൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അത്രക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അതങ്ങ് ചെയ്യടാ. ഈ ഔദയുടെ കൈയുണ്ടല്ലോ, മലമ്പാറകളോട് പടപൊരുതി തഴമ്പിച്ച കൈയാടായത്. വർഷം 1 2 അല്ല, 45 വർഷമാടാ ഈ ഔദ മണ്ണിൽ പണിതത്. കൈക്കോട്ടും കുങ്കോട്ടും ഇരുമ്പ് പാരയും
മാറി മാറി പിടിച്ചവസാനം എന്റെ കൈകൾ തന്നെ ഒരു പണിയായുധമാക്കി മാറ്റിയതാ ഞാൻ. ഇപ്പോഴും അതിന് മൂർച്ചയുണ്ട്. അത് തകർക്കാൻ നിന്റെ മനസ്സിലെ JCBക്ക് കഴിയുമെന്ന് തോന്നുകയാണെങ്കിൽ നീ വാടാ, നീ വാ. എന്റെ അപ്പ, മണ്ണിനോട് പടപൊരുതിയവർ തന്നെയാ മലയോര ജനത മുഴുവൻ. അവരൊക്കെ 4 കാശ് കിട്ടിയപ്പോ ജീവിക്കാൻ പഠിച്ചു. ഇതിപ്പോ നാട് വളർന്നതൊന്നും അറിയാതെ പൊട്ടക്കിണറ്റിലൊരു തവളയെ പോലെ. എടാ, ഈ ഔദ ഇപ്പോഴും ഒരു തവളയാ, ഉള്ളിൽ കരയുന്നൊരു തവള. അപ്പൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഒന്നും വേണ്ടടാ ഉവ്വേ, ഞാൻ ഇച്ചിരി കപ്പ പുഴുങ്ങി വെച്ചു. ഓ, ഈ അപ്പനെ കൊണ്ട് വയ്യ. ഭക്ഷണം കഴിക്കാനെങ്കിലും വീട്ടിലേക്ക് വന്നൂടെ? ഓ, ഭക്ഷണം നിന്റെ ബെമ്പറന്നോളുണ്ടാക്കുന്ന ഭക്ഷണം അല്ലയോ? എടാ, നിന്റെ കൊച്ചുങ്ങൾക്കെങ്കിലും ഇച്ചിരി നല്ല ഭക്ഷണം കൊടുക്ക്. നിന്റെ ഇളയ കൊച്ച് 8ാം ക്ലാസ് പഠിക്കല്ലയോ? കണ്ടാതെ 2 പെറ്റ തള്ളയെപ്പോലുണ്ട്. എടാ വർക്കിയേ, നീ വല്ല ശബ്ദവും കേട്ടായിരുന്നു? വർക്കിയേ, അത് പാറപ്പൊട്ടിക്കുന്ന ഒച്ചയല്ലയോ? അപ്പനോടൊന്ന് പറയാൻ മറന്നു. ഞാൻ മെനിഞ്ഞാന്ന് ഒരു കരിങ്കൽ കുന്ന് വിലക്കെടുത്തു. നീ 4ാമത്തെ സ്വർണ്ണപ്പല്ല് വെച്ചപ്പോ എനക്കത് തോന്നി. അപ്പാ, പിടിപ്പത് കൊത്തിയെടുക്കാം. കുന്നിന് മുകളില് സ്വയംഭൻ ഉരുപ്പടികള്, ജാതി, വീട്ടി, കരിവീട്ടി, മരുത്, കരിമരുത്. എന്നാ ചിരിയാടാ ഇത്? കൊലച്ചിരിയോ? വർക്കിയേ, ഞാൻ ഓർക്കുകയായിരുന്നടാ, മണ്ണിനെ നോവിക്കാതെ മണ്ണിൽ പൊന്നു വിളയിച്ച ആ പഴയ കാലം. പക്ഷെ ഇപ്പോ നിങ്ങളുടെ രാക്ഷസയന്ത്രങ്ങൾ മണ്ണിനെ മാന്തി പൊളിക്കുക. അല്ലടാ കഴിവേറി. അപ്പാ, എന്താ ഇത്? അപ്പന് ഭ്രാന്ത് പിടിച്ചോ? നീ കേൾക്കുന്നുണ്ടോ? കരിങ്കൽ കുന്നുകളിൽ നീ വെച്ച ബോംബുകൾ പൊട്ടാൻ തുടങ്ങി. നിലവിളികൾ കേൾക്കുന്നുണ്ടോ? പറ, എവിടെയാണ് അതിന്റെ കുന്ന്? എവിടെയാണ് അതിന്റെ കുന്ന്? അപ്പാ, അവിടെ അടുത്തൊന്നും ഒരു മനുഷ്യജീവി പോലുമില്ല. അപ്പനെ കത്തി താഴെയിട്. അപ്പാ, അപ്പൻ ജീവിക്കുന്ന പണ്ടത്തെ കാലല്ല ഇത്. അപ്പാ, കാശാണ് ഇവിടെ ഇപ്പൊ ജീവിതം. കാശുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ബഹുമാനിക്കും. എന്തും വില കൊടുത്ത് വാങ്ങാൻ പറ്റുമപ്പാ. നമ്മൾ മുതൽ മുടക്കിയതിന്റെ ലാഭമല്ലേ അപ്പാ നമ്മൾ കൊയ്യുന്നത്? മുതൽ മുടക്കോ? എന്നതാടാ നിന്റെ മുതൽ മുടക്ക്? നിനക്കിന്നേ വരെ ഉണ്ടാക്കാൻ പറ്റിയോടാ ഒരു തരി മണ്ണ്? എടാ, നിന്റെ മുതലൊക്കെ നീ നിൽക്കുന്ന ഈ മണ്ണ് മാന്തി അവസാനം നീ മണ്ണിന്റെ മാറും മാനവും മാന്തി എടുക്കും. അല്ലടാ ചെകുത്താനേ. ഞാൻ സുഗതൻ, ഫ്ലാറ്റ് നമ്പർ 37. ഞാൻ അഭിനവ്, ഫ്ലാറ്റ് നമ്പർ 38. എന്നിട്ടും നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലോ സുഹൃത്തെ. എന്റെ കർത്താവേ, എന്നെ ഈ ചങ്ങാടം വരെ എത്തിച്ചത് മതവിശ്വാസം തെറ്റിച്ചതിന്റെ പേരിൽ പ്രേതപ്പറമ്പിൽ അടക്കം ചെയ്ത മത്തായിയുടെ മകൻ പൗലോസ. പണ്ടൊക്കെ അവരെ കണ്ട ഞാൻ മുഖം തിരിച്ച് നടക്കുമായിരുന്നു. മോനെ സുരേഷ, നീ എന്നെ കൊണ്ടു ചെന്നാക്കിയ വൃദ്ധസദനവും വെള്ളത്തിൽ മുങ്ങിയടാ. ഇച്ചിരി നീന്താൻ അറിയുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു.
അന്ന് നീ എന്നെ വൃദ്ധസദനത്തിലാക്കിയത് ഏതായാലും നന്നായി. നിന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ മുങ്ങിച്ചത്തുപോയേനെ. പുഴക്കര വീട് വെക്കുമ്പോ ഞാൻ 1000 വട്ടം പറഞ്ഞതല്ലേ, പുഴയെന്നെടുത്തതെല്ലാം പുഴ തിരിച്ചു പിടിക്കുന്നു. അപ്പോ നിന്റെ ഭാര്യക്ക് പുഴക്കരയിൽ ഇരുന്നാലേ കവിത വരുന്നു. എന്നിട്ടിപ്പോ അവളെവിടെ? അറിയില്ല അച്ഛാ. ഇപ്പൊ അവൾക്ക് മനസ്സിലായി കാണും ഈ പുഴയും മഴയൊന്നും വെറും കവിതയല്ലാന്ന്. കർത്താവേ, എന്നാ കുത്തിയൊഴുക്കായത്! എല്ലാം തകർത്തിട്ടും മതിയായില്ലേ നിനക്ക്? ചുറ്റിലും വെള്ളം, മലവെള്ളം, മൃഗങ്ങൾ ചത്തുമലക്കുന്നു. വിഷപ്പാമ്പുകൾ മലവെള്ളത്തിൽ ലക്ഷ്യമില്ലാതെ ഇഴയുന്നു. സർവനാശം വിതച്ച് പ്രകൃതി താണ്ഡവമാടുന്നു. എന്റെ കർത്താവേ, നിലവിളിക്ക്, നിലവിളിക്ക്! ഞാൻ തീർക്കുന്ന ഈ പ്രളയപ്പേമാരിയെയും കൊടുങ്കാറ്റിനെയും തോൽപ്പിക്കാൻ കഴിയുന്നത്രയും ഉറക്കെ 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 നിലവിളിക്ക്. 1000 അഗ്നിപർവ്വതങ്ങൾ പുകയുന്ന നെഞ്ചിൽ നിന്നും ഞാൻ നിനക്ക് തന്നത് പ്രകൃതിയാൽ അനുഗ്രഹീതമായ നാടായിരുന്നു. ദൈവം ചോദിച്ചു വാങ്ങിയ ദൈവത്തിന്റെ സ്വന്തം നാട്. എത്രയെത്ര പച്ചക്കുന്നുകൾ, മണൽത്തടങ്ങൾ, വയലേലകൾ. നിനക്ക് വേണ്ടതെല്ലാം മനസ്സിന്റെ മാറിടത്തിൽ നിന്ന് ചുരത്തി തന്നു ഞാൻ. പക്ഷെ നീ ചെയ്തതെന്താ? മുലപ്പാലിനൊപ്പം ചോരയും ഊറ്റി കുടിച്ചോ നീ? അപ്പോഴും ഞാൻ പുറത്തു സഹിച്ചു. എന്റെ കുഞ്ഞല്ലേ എന്നോർത്തു. എന്റെ സഹനത്തെ നീ എന്റെ ദൗർബല്യമായി കണ്ടു. എന്റെ കുന്നുകളെ നീ വയലിലേക്ക് ഇറക്കി നടത്തി കോൺക്രീറ്റ് വനങ്ങളാക്കി. മണൽത്തരികൾ പൊന്നും വിലയ്ക്ക് വിറ്റു. അപ്പോഴും ഞാൻ പുറത്തു സഹിച്ചു. എന്റെ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചു. എന്നിട്ടും നീ തുടർന്നു നിന്റെ പേക്കൂത്തുകൾ. പെറ്റമ്മയുടെ മടിക്കുത്തഴിക്കാനും മടിക്കാത്തവനായി മാറി നീ. ഇനി വയ്യ. തണലും തണുപ്പും നഷ്ടപ്പെട്ട ഈ മരുഭൂമി ഒരു നന്മ ഭൂമിയായി എനിക്ക് തിരിച്ചു വേണം. അതുകൊണ്ട് എന്നിൽ നിന്ന് നീ കവർന്നതെല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു. ഇനിയും നീ പഠിച്ചില്ലെങ്കിൽ ഞാൻ വരും. നിനക്കൊരിക്കലും നിയന്ത്രിക്കാനാകാത്ത, നിന്റെ യന്ത്രക്കണ്ണുകൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരണുവായി, നീ പോലും അറിയാതെ നിന്നെ മുച്ചോടും നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരണു. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവത്തിൽ സഹൃദയ പയ്യന്നൂർ ഒരുക്കുന്ന കമ്മിങ് ദ വാക്സിൻ എന്ന നാടകം കേൾക്കാം. ഹലോ സാറേ, ആ 43-ലെ പേഷ്യന്റ് സീരിയസ് ആണ്. ശ്വാസം കിട്ടാതെ പിടക്കുകയാ. നിങ്ങൾ ചികിത്സിച്ച രോഗി. നീ മരിച്ചതല്ലേ? എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കണ്ട, എനിക്ക് മരിക്കണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. നിങ്ങൾ എന്നെ പിന്തുടരുകയാണോ? എന്തുപറ്റി സാർ? സ്റ്റെല്ല,
ഒന്നുമില്ല. കഴിഞ്ഞുപോയ നാളുകളിലെ മരണങ്ങൾ എന്റെ സ്വപ്നങ്ങളിൽ നിറയുന്നു. ഓ, എന്ത് ദുരന്തമാണിത്! ചുറ്റും ഉതിർന്നു വീഴുന്ന ജീവന്റെ നിലവിളിക്കിടയിൽ കോവാക്സിൻ എന്ന പ്രതീക്ഷയോടെ പയ്യന്നൂർ സഹൃദയ അവതരിപ്പിക്കുന്ന നാടകം കമ്മിങ് ദി വാക്സിൻ. അഭിനയിക്കുന്നവർ സർവശ്രീ സുധാകരൻ കേളോത്ത്, ഗംഗാധരൻ പയ്യന്നൂർ, ജനാർദ്ദനൻ കുറുവാട്ടിൽ, മനോജ് കണ്ടങ്കാളി, സുരേഷ് കുന്നരു, അനുവർണ കൃഷ്ണ, ഡോക്ടർ ശ്രീജ ജനാർദ്ദനൻ, ബോബി സുരേഷ് ഏകോപനം ടി കൃഷ്ണൻ കണ്ടങ്കാളി. പശ്ചാത്തല സംഗീതം, ശബ്ദ സംയോജനം ഗിരീഷ് കുമാർ പുഞ്ചക്കാട്. നാടകരചന സംവിധാനം AV ശശിധരൻ പയ്യന്നൂർ. കമ്മിങ് ദി വാക്സിൻ. ഓ, നേരം വെളുത്തുല്ലേ സ്റ്റെല്ല, ഞാനൊന്ന് വീട്ടിൽ പോയി വരാം. സർ, സൂട്ട് കേസ് ഞാൻ എടുക്കാം. വേണ്ട, നീ പോയിക്കോളൂ, ഞാനൊന്ന് മയങ്ങട്ടെ. ആരാത് ഒന്ന് മയങ്ങാന്ന് വിചാരിച്ചാൽ അതിനും പറ്റാതായി. ഓ, ദിവാരേട്ടനോ? എന്താ രാവിലെ തന്നെ? സാർ, എൻ്റെ മോൾ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരേണ്ടതാണ്, എത്തിക്കണ്ടില്ല. എന്ത് പറ്റി സാർ? സാർ, സാർ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ പോസിറ്റീവാണ്, അഡ്മിറ്റ് ചെയ്തേക്കും. അവൾക്ക് പോസിറ്റീവോ? എന്റെ മോള്, എന്റെ മോള്, മോള്. അയ്യോ മോള്, ദിവാരേട്ടാ, ദിവാരേട്ടാ എന്ത് പറ്റി? വീഴല്ലേ? ആരാ കൂടെയുള്ളത്? ഇദ്ദേഹത്തെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കും, ഞാൻ പിറകെ എത്തിക്കോളാം. ഹരി, വേഗം നീ അച്ഛനും കൊണ്ട് ആശുപത്രി പോ. വീട്ടിൽ ആരുമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് പോകാം. എവിടെ അവൾ? കാണുന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? കുഞ്ഞിക്കോഴി, പുറത്തേക്ക് വാ, വാ, വേഗം വാ. കുഞ്ഞിക്കോഴി തിന്നോളൂ. അച്ഛാ, അച്ഛാ, അമ്മയുടെ. അമ്മ വരും, നിങ്ങ പഠിച്ചോ. ദാമു, ഓൾ എന്തിയേ? അമ്മേ, ഓൾക്ക് ഡ്യൂട്ടി ഉണ്ട്. ഓള് ഡ്യൂട്ടി തീർന്നില്ലേ? 2 മാസായില്ലേ ഓള് പോയിട്ട്? ഇവിടെ 2 കുഞ്ഞളില്ലേ? ഓളെ പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, നേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ അങ്ങനെ. മോനെ, ഞാൻ മണ്ടീന്ന് നനച്ചോ നീ? ഓ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വേണ്ട, നീ സങ്കടപ്പെടണ്ട. ഇല്ലമ്മേ, ഇല്ല. അവളെന്റെ മരുമോളല്ല, സ്വന്തം മോളാ. ദാമു, മോനെ, എന്റെ സമ്പത്തെല്ലാം എടുത്തോ, എനിക്ക് എന്റെ മോളെ തിരിച്ചു വേണം. എന്തു പറ്റി? സർ, ഇയാൾക്ക് പെട്ടെന്ന് ക്ഷീണമുണ്ടായി. ഡോക്ടർ ദാസാണ് ഇങ്ങോട്ട് അയച്ചത്. അയാൾക്ക് ഭ്രാന്താണ്, വാക്സിൻ ഭ്രാന്ത്.
ഗൗരവമില്ലാത്തൊരു മനുഷ്യൻ. താങ്കൾ എന്താണ് ഈ പുലമ്പുന്നത്? എന്താ സംശയം? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല അല്ല അല്ല, മെഡിക്കൽ ലോകം അത് കണ്ടെത്തും. ആ വാക്സിൻ ഷിനിയെ രക്ഷിക്കും. നിങ്ങൾ 1 മണിക്കൂർ വിശ്രമിച്ചു, എന്നിട്ട് പോയിക്കൊള്ളൂ. അതായത് യാതൊരു കുഴപ്പമില്ല. ഡോക്ടർ മാർട്ടിൻ, ഞാനൊന്ന് ചോദിച്ചോ, അങ്ങ് എന്താണ് ഇങ്ങനെ? എങ്ങനെ? താങ്കൾക്ക് പ്രോഗ്രസീവായി ചിന്തിച്ചു. ചിന്തിക്കാം. പക്ഷേ എന്തു പക്ഷേ? രാഷ്ട്രപക്ഷങ്ങളുടെ വിജയഘോഷണം താങ്കൾ കേൾക്കുന്നില്ല. നാം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഭൂമി, അത് മറക്കരുത്. ഓ, അതാണ് കാര്യം. അതെ, അതുതന്നെ. ഞാൻ മനുഷ്യപക്ഷത്താണ്. പക്ഷെ താങ്കൾ ഏതാണ് പക്ഷം? താങ്കൾ പറയൂ. കോവിഡ് പിടിപെട്ട് ശ്വാസം മുട്ടി മരണപാതകളിൽ ഉതിർന്നു വീഴുന്ന ജീവന്റെ നിലവിൽ താങ്കൾ കേൾക്കുന്നില്ലേ? ആ വേദനയേക്കാൾ പ്രസക്തി രാഷ്ട്രീയത്തിലുണ്ടോ? എന്ത്? ഇല്ല ഇല്ല. എങ്കിലും എന്താ? ജീവിതവും മരണവും തമ്മിലുള്ള യുദ്ധമാണ്. ഈ മരണഭൂമിയിൽ ആയുധമില്ലാതെ മരിച്ചു വീഴുന്ന അഭിമന്യുവാകാൻ ഞാനില്ല. എല്ലാ നിറങ്ങൾക്കുമപ്പുറം, എല്ലാ ഈസങ്ങൾക്കുമപ്പുറം നിർമ്മലമായ ഒരു സ്നേഹപ്രപഞ്ചമുണ്ട്. പ്രശാന്തമായ ആ ഭൂമിക്കായി പ്രതീക്ഷയുടെ വെള്ളിരേഖയായി വാക്സിൻ പിറന്നിരിക്കുന്നു. അതേ ഡോക്ടർ മാർട്ടിൻ, അതാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ. എന്ത് വാക്സിൻ? വാക്സിൻ ഓക്കെ? വാക്സിൻ ഓക്കെ മാർട്ടിൻ, വാക്സിൻ ഓക്കെ, വാക്സിൻ ഓക്കെ. ഷിനിക്ക് ഫസ്റ്റ് ഡോസ് കൊടുത്തിരിക്കുന്നു. ഡോക്ടർ മാർട്ടിൻ, അതാണ് ഞാൻ പറഞ്ഞത്. കമിങ് ദി വാക്സിൻ, കമിങ് ദി വാക്സിൻ, കമിങ് ദി വാക്സിൻ, കമിങ് ദി വാക്സിൻ. റേഡിയോ മലയാളം റേഡിയോ നാടകോത്സവത്തിൽ നാടക സംഘം പരിയാരമൊരുക്കുന്ന വിതച്ചവനും കൊയ്തവനും ഇടയിൽ എന്ന നാടകം കേൾക്കാം. നാടക സംഘം പരിയാരം അവതരിപ്പിക്കുന്ന പ്രദീപ് മണ്ടൂർ എഴുതിയ നാടകം വിതച്ചവനും കൊയ്തവനും ഇടയിൽ. ശബ്ദം നിമിഷ തമ്പാൻ, സുരേഷ് പരിയാരം, മണി മുക്കം. സംഗീതം സത്യജിത് തൃശൂർ. വിതച്ചവനും കൊയ്തവനും ഇടയിൽ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവനെ കൊല്ലണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ കൊല്ലപ്പെടേണ്ടവനായിരുന്നല്ലോ. അല്ലെങ്കിൽ എന്തിനാണ് അവൻ മഴയുള്ള ഈ രാത്രിയിൽ ഇവിടെ? എന്റെ കൺവട്ടത്തു നിന്നും അവൻ ഓടിപ്പോവാമായിരുന്നുവല്ലോ. തീർച്ചയായും അവൻ അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അവൻ എന്റെ മകനായിരുന്നുവല്ലോ. അവന്റെ ഭാര്യ കുഞ്ഞുകുട്ടികളോടൊപ്പം അവരെയും കാത്ത് വീട്ടിലിരിപ്പായിരിക്കും. അവൾ ചെറുപ്പമാണ്. എന്നിട്ടും അവൻ അപ്പുറപ്പുരയിലെ നനഞ്ഞ തറയുന്നു. അവന്റെ ശരീരത്തിനടിയിൽപ്പെട്ട് പിടയുന്ന ഒരു കൊച്ചു പെണ്ണു. അവളുടെ വായിൽ തുണി തിരികെയില്ലായിരുന്നുവെങ്കിലും
അവളുടെ കരച്ചിൽ ഈ പെരുമഴയത്ത് ആര് കേൾക്കാൻ? ഞാൻ ഈ നേരത്ത് അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ആ പെൺകൊച്ചിന്റെ മാനം അവൻ മരിക്കത്തില്ലായിരിക്കും. എന്നാലും പാപമല്ലാതാവുമോ? ആ പെണ്ണിനെ അവൻ കടിച്ചു കയറുകയല്ലായിരുന്നോ? സഹിച്ചില്ലെനിക്ക്. കർത്താവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. മകനെ, നീ എന്റെ കൈയാൽ കൊല്ലപ്പെടാൻ നിന്ന് തന്നുവല്ലോ. ഞാനല്ല അത് ചെയ്തത്. സലോമി, നീ എന്നെ വിശ്വസിക്ക. സത്യമായും ഞാനല്ല അത് ചെയ്തത്. ഇത്രയും വർഷങ്ങളായി നിനക്കെന്നെ അറിയില്ല. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയാം നിനക്കെന്നെ വിശ്വാസമാണെന്ന്. ഞാനവിടെ ഉണ്ടായിരുന്നു. നിനച്ചിരിക്കാതെ പെയ്ത മഴയിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ആ റബ്ബർ പുരയുടെ ഉമ്മറത്ത് കയറിയപ്പോ അതിൻ്റെ അകത്തു നിന്നുള്ള കരച്ചിൽ കേട്ടിട്ടാ ചെന്നത്. സലോമി, നീ എന്നെ വിശ്വസിക്കുക. നമ്മുടെ അല്ല, എൻ്റെ അപ്പൻ പേരക്കുട്ടിയാവാൻ മാത്രം പ്രായമുള്ള ആ പെൺകൊച്ചിനെ എൻ്റെ കയ്യിലെ ടോർച്ച് തെളിച്ച് നോക്കുമ്പോൾ റബ്ബർ വെട്ടുകാരൻ പൗലോയുടെ മകളായിരുന്നു അത്. രക്ഷക്കായുള്ള അവളുടെ നിലവിളി ആ പെരുമഴയിൽ നനഞ്ഞില്ലാതാവുകയായിരുന്നു. എനിക്കവളെ രക്ഷിക്കണമായിരുന്നു. സുഖം കാണാനുള്ള പരാക്രമത്തിനിടയിൽ ഞാൻ അവിടെ എത്തിയതൊന്നും എൻ്റെ അപ്പനെന്ന് പറയുന്ന നീചൻ അറിഞ്ഞിരുന്നില്ല. കയ്യിൽ കിട്ടിയ വലിയൊരു മരക്കഷ്ണം കൊണ്ട് ഞാൻ അയാളെ ആഞ്ഞടിച്ചു. ഒരലർച്ചയോടെ തെറിച്ചു വീണ അയാളിൽ നിന്നും രക്ഷപ്പെട്ട അവളുടെ ദീനതയാർന്ന മുഖം ഞാൻ എൻ്റെ ടോർച്ച് വെട്ടത്തിൽ കണ്ടു. സത്യമായും എനിക്ക് അയാളെ കൊല്ലണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ സലോമി, എൻ്റെ ഒറ്റ അടിക്കു തന്നെ അയാളുടെ തല പിളർന്ന് ചോരയൊഴുകി. അയാൾ മരിച്ചു. അയാൾ ആ വിധമൊരു മരണത്തിന് അർഹനായിരുന്നു. അതെ, അയാൾ അതിന് അർഹനായിരുന്നു. ഞാനിപ്പോ ഇരിക്കുന്നത് രണ്ട് ശവങ്ങൾക്ക് നടുവിലാണ്. ഒന്നാം
അപ്പനും, മറ്റൊന്ന് മകനും. എന്റെ മേലാസകലം ചോരയാണ്. ഇരുവരും ചേർന്ന് കീറിപ്പറിച്ച് എന്റെ ഉടുപ്പുകളിൽ ആകെ ചോരയാണ്. എനിക്ക് എങ്ങനെയാണിത് സാധിച്ചത്? കാലം തെറ്റിപ്പെയ്തൊരു പെരുമഴയത്ത് ഇവിടേക്ക്, ഈ റബ്ബർ പുരയിലേക്ക്, കൂട്ടിയിട്ട റബ്ബർ ഷീറ്റുകൾക്കിടയിലേക്ക് എന്നെ ബലമായി വലിച്ചു കൊണ്ടുവന്നത് എന്റെ ഇടതുവശത്ത് ശവമായി കിടക്കുന്ന അപ്പനാണ്. റബ്ബർ മുതലാളിയുടെ കൂട്ടിക്കിടപ്പുകാരായി പോയില്ലേ ഞാനും എൻ്റെ അപ്പം പൗലോയും. എന്റെ ചെറുപ്പത്തില് എന്റെ അമ്മച്ചിയെ ഈ റബ്ബർ പുരയിലിട്ട് അനുഭവിച്ചതാ. ചത്ത് കിടക്കുന്ന മകന്റെ അപ്പൻ എന്ന് പറയുന്ന തോമാ മുതലാളിയുടെ ഈ ശവം ഇപ്പോഴിതാ പ്രായം തികഞ്ഞു വന്നപ്പോ എന്നെ വേണം ഈ തോമാ മുതലാളിക്ക്. ഈ പഴയ കത്തിയാണ് കയ്യിൽ തടഞ്ഞത്. ഒറ്റ കുത്തിനൊന്നും ചത്തില്ല കിളവൻ. പലതവണ കത്തി ആഴ്ത്തിയിറക്കി ചത്തെന്ന് ഉറപ്പിച്ചപ്പോഴാ മകന്റെ വരവ്. അപ്പനെ തെരഞ്ഞുകൊണ്ട് ചോര ഒലിപ്പിച്ച് കിടന്ന അപ്പനെ രക്ഷിക്കാനായിരുന്നില്ല അവൻ ശ്രമിച്ചത്. എന്നെ കടിച്ചു കീറാനായിരുന്നു ധൃതി. ചെറുപ്പത്തിന്റെ കരുത്തുണ്ടായിരുന്ന അവൻ എന്നെ കീഴടക്കുക തന്നെ ചെയ്തു. പക്ഷേ എനിക്കെന്തോ തോൽക്കാൻ മനസ്സിലായിരുന്നു. എന്റെ കരുത്ത് മുഴുവനും എടുത്താണ് ഞാൻ അവനെ കുത്തി വീഴ്ത്തിയത്. എനിക്ക് എങ്ങനെയാണത് സാധിച്ചത്? ജീവൻ പോകുന്നതിന് മുമ്പ് അവൻ എൻ്റെ മുടിയിൽ പിടുത്തമിട്ടിരുന്നു. എന്തൊരു വേദന! മഴ തകർത്ത് പെയ്യുകയാണ്. എനിക്ക് ഈ മഴയത്തിറങ്ങി നടക്കണം. ദേഹത്തെ ചോരയപ്പാടെ ഈ മഴവെള്ളത്തിൽ കഴുകിക്കളയണം. മഴ പെയ്യുകയാണ്. സത്യമായി ഞാൻ പറയുന്നു, എനിക്ക് ഇവരെ കൊല്ലണമെന്ന ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം.